ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഉത്ഥാനം ചെയ്ത ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ അവർക്ക് ആശംസിച്ചത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉത്ഥാനത്തിൻ്റെ സന്ദേശത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് മുൻപ് അവിടുന്ന് കടന്നുപോയ ഒരു ട്രോമ എക്സ്പീരിയൻസ്, അഥവാ വളരെ വേദനാജനകമായ, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അനുഭവത്തിലൂടെ അവിടുന്ന് കടന്നുപോയിട്ടുണ്ട്. ഗെത്സെമനിലെ പ്രാർത്ഥന തുടങ്ങി കുരിശുമരണം വരെയുള്ള ഈശോയുടെ ഈ ബീയിങ് അലോൺ എക്സ്പീരിയൻസ്, അഥവാ തനിച്ചാക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ്, ആരാലൊക്കെയാണ് ഈശോ തനിച്ചാക്കപ്പെട്ടിട്ടുള്ളത്, തിരസ്കരിക്കപ്പെടുകയും പരിത്യക്തനാക്കപ്പെടുകയും ചെയ്തത്? ഒന്നാമതായി, സ്വന്തം പിതാവിനാൽ അവിടുന്ന് പരിത്യക്തനായി, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടു. ജോർദാൻ നദിയിലെ മാംദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതോടൊപ്പം ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലും ദൈവപിതാവിൽ നിന്ന് ഉണ്ടായി. രൂപാന്തരീകരണ സമയത്തും ഇതിന് സമാനമായ ഒരു വെളിപ്പെടുത്തലുണ്ടായി. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ. മൂന്നാമതായി, ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനം. ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിക്കുന്നു. തുടർന്ന് ഈശോ പറയുന്നുണ്ട്, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ അത് മഹത്വപ്പെടുത്തി, ഇനിയും മഹത്വപ്പെടുത്തും. ഇങ്ങനെയുള്ള സ്ഥിരീകരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇതേ പിതാവ് തന്നെ കർത്താവിനെ കൈവെടിഞ്ഞു, അല്ലെങ്കിൽ തിരസ്കരിച്ചു എന്നുള്ള രണ്ട് അനുഭവങ്ങളെങ്കിലും നമുക്കുണ്ട്. ഒന്ന്, ഗെത്സെമനിയിലെ പ്രാർത്ഥന. കർത്താവെ, കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചത് രക്തം വീർത്തുകൊണ്ടാണെന്ന് സുവിശേഷകൻ പറയുന്നു. രണ്ടാമതായിട്ട്, കുരിശിൽ കിടന്നുകൊണ്ട് ഏൽ ഏൽ ലമ്മാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്ന് തൊണ്ട കീറി പുത്രൻ പ്രാർത്ഥിച്ചു. എന്നിട്ടും പിതാവ് ഒരു മറുപടി നൽകിയില്ല. അവിടുന്ന് പിതാവിനാൽ പോലും പരിത്യക്തനാക്കപ്പെട്ടു. രണ്ടാമതായി, ഈശോയിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിച്ചവരാൽ ഉപേക്ഷിക്കപ്പെട്ടു. 4 സുവിശേഷകന്മാരും കൂടി ഈശോ 37 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വെള്ളം വീഞ്ഞാക്കുന്നുണ്ട്, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നുണ്ട്, ജവാറാസിന്റെ മകളെ ഉയർപ്പിക്കുന്നുണ്ട്, നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നുണ്ട്, അപ്പം വർദ്ധിപ്പിച്ച് 4000-ഉം 7000 പേർക്ക് അവിടെ നൽകുന്നുണ്ട്, കടലിനെ ശാന്തമാക്കുന്നുണ്ട്, ഒട്ടനവധി രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്, പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്നുണ്ട്, തളർവാദം ബാധിച്ചവരെ സുഖപ്പെടുത്തുന്നുണ്ട്, അന്ധർക്ക് കാഴ്ച നൽകുന്നുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആനുകൂല്യങ്ങൾ ലഭിച്ച നിരവധി പേരുണ്ടായിരുന്നു. ഈശോ സ്നേഹിച്ചിരുന്നു എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്ന അവിടുന്ന് ഉയർപ്പിച്ച ലാസറും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും, കല്ലെറിഞ്ഞ് വധിക്കപ്പെടേണ്ടിയിരുന്ന ഒരു സ്ത്രീ, 7 പിശാചുകളെ പുറത്താക്കി എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്ത്രീ, ഓശാനപ്പാടി എതിരേറ്റു, ശാപത്തിൽ ലംഘനം നടത്തി കതിരുകൾ പറിച്ച് തിന്നതുപോലും ന്യായീകരിച്ച് തൻ്റെ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ, ഈശോ ഏറ്റവും കൂടുതൽ പരിഗണനയും പ്രാധാന്യവും കൊടുത്ത് എപ്പോഴും കൊണ്ടുപോയിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന ത്രിമൂർത്തികൾ,
അവിടുത്തോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ് ധൈര്യം കാട്ടിയ തോമസ്, ഇങ്ങനെ ഒരുപാട് പേര് കർത്താവിൻ്റെ നല്ല സമയത്ത് ഉണ്ടായിരുന്നു. അവരാരും കർത്താവിന് ഏറ്റവും ആവശ്യമായ സമയത്ത്, ഏറ്റവും വേദനാജനകമായ ഒരു സമയത്ത് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് കർത്താവിനെ തള്ളിപ്പറയുകയും കർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. പത്രോസ് 3 പ്രാവശ്യമാണ് ഈശോയെ തള്ളിപ്പറഞ്ഞത്. യൂദാസാകട്ടെ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുത്തു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും സ്വന്തം അപ്രമാദിത്വം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി ഈശോയെ ഇല്ലാതാക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്ന കയ്യാഫാസും കൂട്ടരുമുണ്ട്. നീതിമാനാണ് എന്ന് അറിഞ്ഞിട്ടും കൊടും കുറ്റവാളിയായ ബറാബാസിനേക്കാൾ തിരസ്കരിക്കപ്പെട്ടു. പീലാത്തോസ് കൈ കഴുകിക്കൊണ്ടാണ് താൻ ഈശോയുടെ രക്തത്തിന് പങ്കുകാരനല്ല എന്ന് വിളിച്ചു പറയുന്നത്. പുച്ഛിച്ച് വെല്ലുവിളിക്കുന്ന സഹകുറ്റവാളിയുണ്ട്. കുരിശിൻ ചുവട്ടിൽ വളരെ നിസ്സഹായായി നിൽക്കുന്ന ഒരമ്മ. ആകെ കൂടി ഈ 2 ദിവസത്തിനുള്ളിൽ 2 പേർ മാത്രമാണ് ഈശോയ്ക്ക് അല്പെങ്കിലും ആശ്വാസം കൊടുത്തുള്ളൂ. ഒന്ന് വെറോനിക്കയും മറ്റൊന്ന് വലതുവശത്ത് കുരിശ് തറയ്ക്കപ്പെട്ട കള്ളൻ. സംഭവബഹുലമായ 3 വർഷത്തെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനം ഈ 2 ദിവസം ഈശോ കടന്നുപോയ ഒരു വലിയ ട്രോമയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകാറില്ല. സത്യത്തിൽ ഈ തനിച്ചാക്കപ്പെടലായിരുന്നില്ലേ ഈശോയുടെ യഥാർത്ഥ കുരിശും ഏറ്റവും വലിയ സഹനവും? ഇങ്ങനെ സർവ്വരാലും പരിത്യക്തനായി അവസാനത്തുള്ളി രക്തവും ഒഴുകിപ്പോയി ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടപ്പെട്ട് വീണതിൻ്റെയും ശരീരം മുഴുവനുള്ള കഠോരമായ വേദനയും ആ വേദനയേക്കാൾ വലുതായി സർവ്വരാലും പരിത്യക്തനായതിൻ്റെയും അവഹേളിക്കപ്പെട്ടതിൻ്റെയും നീതിമാനായിരുന്നിട്ടും ഏറ്റവും വലിയ കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെട്ടതിൻ്റെയും മാനസിക സംഘർഷം ചെറുതായിരുന്നില്ല. അത് അനുഭവിച്ച ഈശോയ്ക്ക് മാത്രമേ ആ ഒരു ട്രോമ എക്സ്പീരിയൻസ് മനസ്സിലാവുകയുള്ളൂ. ആർക്കോ വേണ്ടി തയ്യാറാക്കിയ ഒരു കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. പിന്നീട് കുറേ മണിക്കൂറുകൾ ഏകാന്തമായ ഒരു അവസ്ഥയായി. ഇങ്ങനെ ഈശോ കടന്നുപോയ ഈ വലിയ ട്രോമയിൽ നിന്ന് 3-ാം ദിവസം, പലപ്പോഴും കർത്താവ് പറഞ്ഞിട്ടുള്ളത് 3rd day അല്ലെങ്കിൽ 3-ാം ദിവസം, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അതൊരു മഹാവിജയമായിരുന്നു. മരണത്തിൻ്റെയും പിശാചിൻ്റെയും പാപത്തിൻ്റെയും മേൽ ഈശോ കൈവരിച്ച വലിയ വിജയം. മറ്റാർക്കും നശിപ്പിച്ചു കളയാനോ എടുത്തു മാറ്റാനോ സാധിക്കാത്ത മഹിമയോട് കൂടിയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ്. ഈശോയുടെ ഉയർപ്പ് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? ഒന്നാമത്തെ ചിന്ത, ഈശോയുടെ ഉയർപ്പ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കൊറിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിരർത്ഥകമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിൽ തന്നെയാണ്. രണ്ടാമത്തെ ചിന്ത, ഈശോയുടെ ഉത്ഥാനം നമ്മുടെ ഉയർപ്പിൻ്റെ അച്ചാരമാണ്, അത് ഉറപ്പാണ്. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുന്നു, മരിച്ചവർക്ക് ഉത്ഥാനമില്ലെങ്കിൽ മിശിഹായും ഉയർത്തിയിട്ടില്ല. മൂന്നാമതായി, നമ്മളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടേണ്ടതാണ്. ഉയർപ്പിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് പരിശുദ്ധമായി സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ശരീരത്തിൻ്റെ പരിശുദ്ധി എന്ന് വെച്ചാൽ ലൈംഗികതയുടെ അഭാവമല്ല, മറിച്ച് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് വന്ന് മനുഷ്യനെ അശുദ്ധനാക്കുന്ന എന്തും ഉന്മൂലനം ചെയ്യപ്പെടണം. ഇപ്പോൾ പിറന്ന കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് ഒരുവൻ തൻ്റെ മനസ്സിനെയും ശരീരത്തെയും രൂപപ്പെടുത്തുന്ന അവസ്ഥയാണത്. നാലാമതായി, വേദനകൾക്കും സഹനങ്ങൾക്കും അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്, മൂല്യമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും പരാജയങ്ങളെയും ഒക്കെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി കാണാനും
അവയെ സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അവയോട് സഹകരിക്കാനും നമ്മൾ തയ്യാറാകണം. അഞ്ചാമതായി, പ്രത്യാശയോട് കൂടി കാത്തിരിക്കണം എന്ന ആഹ്വാനമാണ് ഈശോത്താൻ. കർത്താവിൻ്റെ ശവകുടീരത്തിലേക്ക് പോയ മറിയത്തെ പോലെ ജീവിതത്തിൽ പ്രത്യാശ കാത്തു പുലർത്തണം. പത്രോസും യോഹന്നാനും ഈശോയുടെ ശരീരം കാണാതെ നിരാശപ്പെട്ട് ശവകുടീരത്തിൽ നിന്ന് തിരിച്ചു പോന്നപ്പോൾ മറിയമാകട്ടെ പ്രത്യാശയോടുകൂടി ആ കല്ലറയിൽ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കാണാനുള്ള ഭാഗ്യം മറിയത്തിനാണ് ലഭിച്ചത്. ആറാമതായി, ഇരുട്ടായിരുന്നപ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിലേക്ക് പോയി എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇരുട്ട് ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭയത്തെ അതിലംഘിക്കുന്ന സ്നേഹമുള്ളവർക്കാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കും. ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സമാധാനം നമ്മിലും നമ്മുടെ ഭവനങ്ങളിലും നമുക്ക് ചുറ്റുമുള്ളവരിലൊക്കെ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.